ഹായ് ഗൈസ്, അപ്പം നമ്മൾ മീറ്റർ ബോർഡ് വെക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പെട്ടികൾ എങ്ങനെയാണ് വെക്കുന്നത് അതേ സെയിം മെത്തേഡാണ് നമ്മൾ മീറ്റർ വെക്കുന്നത്. പക്ഷെ DV അങ്ങനെയല്ല, ഇത് വ്യത്യാസമുണ്ട്. ശാന്ത വയ്ക്കും, അടി ഫില്ല് ചെയ്യുക, ഈ സൈഡ് നടക്കുക, ആ സൈഡ് നടക്കുക. ഇപ്പം ഏസയാണ് ഇതിൻ്റെ നോക്കൗട്ട് നമ്മൾ ഇളക്കി വേണം നിലവിൽ, ഇല്ലെങ്കിൽ നമുക്ക് പണി. പല കമ്പനിക്കും പല രീതിയാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നോക്കൗട്ട് ഇപ്പം ഇത് സ്ട്രൈറ്റ് ആണ് വന്നേക്കുന്നത്, പക്ഷെ ചിലവ് വരുന്നത് രണ്ട് സൈഡായിരിക്കും. അതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ രണ്ട് സൈഡ് വന്നാൽ നമുക്ക് ഇതിലാണെങ്കിൽ ഒരുപാട് ഇടിച്ച് കുഴിക്കണം, മറ്റേ ആണെങ്കിൽ തൊട്ടടുത്തടുത്തായിരിക്കും, അപ്പം അത്ര ഇടിച്ച് കുഴിക്കേണ്ട. അതാണ് അതിൻ്റെ ഉപയോഗം. പറയുമ്പോൾ എല്ലാം പറയണല്ലോ, എന്തെങ്കിലും പറയുന്നൊന്നുമില്ല. ഏത് പെട്ടി വെച്ചാലും നമ്മൾ ശ്രദ്ധിക്കാനുള്ളതൊന്നുമില്ല, നമ്മൾ ഭിത്തിയിൽ ഒരു ചെറിയ നനവ് കൊടുക്കണം. കാര്യം എന്തെന്ന് വെച്ചാൽ ഈ ചാന്ത് പിടിക്കാൻ വേണ്ടി മാത്രമാണ്. കാര്യം ഇതിലൊരു പൊടിയുണ്ട്, ആ പൊടി നേരെ അടിക്കുകയാണെങ്കിൽ ഇളകി അതേപോലെ വീഴും. അതുകൊണ്ടാണ് ഈ വെള്ളം കുറഞ്ഞത് പലരും ചെയ്യുന്നത്. അല്ല ഒന്നല്ല ഇതിന് പക്ഷേ ഒരു കാര്യവുമില്ല. ഇപ്പൊ കാണിച്ചില്ല. നമ്മളിത് ഇപ്പൊ കോഴി ഏറി അടിക്കുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ അടിക്കേണ്ട കാര്യം നിലവിലില്ല. എപ്പോഴും ചെയ്യാനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ ഈ അടി അങ്ങനെ ലെവലാകണം. കാര്യം നമ്മൾ കോഴി വെക്കണം, എന്നിട്ട് മീറ്റർ ബോക്സ് എടുത്ത് അതിന്റെ മണ്ടയിലൊക്കെ അകത്തങ്ങ് വെച്ചു കൊടുത്താൽ അത് അവിടെ ഇരിക്കുന്നു. ഒരാള് മതി, ഒറ്റൊരാള് മതി. ഹെൽപ്പേഴ്സ് ഒന്നും വേണമെന്നൊന്നുമില്ല. ഹലോ, എപ്പോഴത്തെ അകത്തോട്ട് കയറ്റി വെക്കണം, ഒരുപാട് ഇറക്കി വെക്കല്ലേ. കാര്യം നമുക്ക് ഒരു അളവുണ്ട് ഇവിടെ, അതായത് കുറച്ച് മതി. കാര്യം ഒരുപാട് തള്ളി ഇറക്കിയാൽ വൃത്തികേടാണ്, പിന്നെ ഒരുപാട് അകത്ത് വെച്ചാൽ അതും ഒരു വൃത്തികേടാണ്. അതുകൊണ്ട് ഒരു മീഡിയം ലെവലിൽ വെക്കാം. പിന്നെ ഈ ഡോർ ഒരിക്കലും തുറന്നു വെച്ച് ചെയ്യല്. കാര്യം ഇതിന്റെ വെയിറ്റ് കൊണ്ട് ഇത് വെളിയിലോട്ട് തള്ളും, അതായത് വീഴും. അതുകൊണ്ടാണ്. ഓക്കെ, അതെ, ഇങ്ങനെ ഈ രണ്ട് സൈഡ് കുറേച്ച് അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പൊ അതിന്റെ പിടുത്തം കിട്ടും. ഈ രണ്ട് സൈഡ് നിലയിൽ ഇങ്ങനെ സൈഡ് അങ്ങ് അടച്ചു കൊടുത്താൽ പിന്നെ പെട്ടി അവിടെ